ഞാൻ നിഴലാകും നേരത്തോ അറിയാതെയൻ കിനാക്കൊമ്പിലെ നിറദീപമായി വരൂ താരമേ വാർമതിയെ നീരുൾ വീഴും മൺവീണയിൽ ശ്രുതി ചേർന്നിന്നുയിർ പാടും നീലാംബരി ഉയിരേ എൻ നീലാമ്പൽ മിഴിയാളെ നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ കാമിനി സഖി വരിക ചേർദിനി ഇണയായി വാഴ്വിൽ നീയേ തരുണി മാൻമിഴി തരിക തേൻമൊഴി ഉലകം തോൽക്കുമഴകേ പൂവേ നീ ആരോരും അറിയാതെ ആദ്യാനുരാഗത്തിൻ തേനലയായി കാണാപ്പൊൻ കനവായി കണ്ണോരം ചായുമ്പോൾ മനമാകെ കുളിർ പെയ്യും ഏഴഴകേ ഈ മലർവാടിയിൽ നിൻ വിരൽ ചേരുമ്പോൾ മറഞ്ഞിടുന്നു പതിവോർമകൾ കാതോരം മാരോമെല്ലെ മൂളുന്നു ഇവളാണിന്നൻ തുണയാകും വേഴാമ്പൽ പതിയെ എൻ ഇടനെഞ്ചിൻ ചാരത്തോ വെൺമലരെ നീ ചിരി തൂവും നേരത്തോ അതിലോലമാം കിന പൊയ്കയിൽ കുളിരോളമായി വരൂ തെന്നലെ വാർമതിയെ നീരുൾ വീഴും മൺവീണയിൽ ശ്രുതി ചേർന്നിന്നുയിർ പാടും നീലാംബരി കവിതയായി നീ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ ടോമിനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകന് അനുയോജ്യയായ പങ്കാളിയെ തെരഞ്ഞെടുത്തു തന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസഹാക്കിനെയും റബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശിയാക്കിയ കർത്താവേ, നിന്റെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരെ സമാധാനത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അത്ഭുത കൃത്യങ്ങൾ വിളിച്ചറിയിക്കുവിൻ. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവിനെ പ്രാർത്ഥിച്ച് ശക്തരാകുവിൻ, എപ്പോഴും അവിടുത്തെ അന്വേഷിക്കുവിൻ. കർത്താവിനോട് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ ദാസനായ അബ്രാഹത്തിന്റെ പുത്രരെ, തെരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ പുത്രരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുവിൻ. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ അനുസ്മരിക്കുവിൻ. അവിടുത്തെ ന്യായവിധികൾ പ്രസിദ്ധമാകുന്നു. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയും ഇസഹാക്കിനോട് ചെയ്ത ശപഥവും അവിടുന്ന് മറന്നുപോയിട്ടില്ല. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സോളമന്റെ ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. അതാ എന്റെ പ്രിയപ്പെട്ടവന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടുകയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻകുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എന്റെ ഓമനെ, എന്റെ സുന്ദരി എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി, ഗാനാലാപനത്തിന്റെ സമയമായി. ദൈവമായ കർത്താവിന് സ്തുതി. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് വിവാഹ വാഗ്ദാനം നടത്തുവാൻ പോകുന്ന ഞങ്ങളുടെ രോമിനോട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മേൽ കൃപയുണ്ടാകണമേ. വിവാഹ വാഗ്ദാനം നടത്തുവാൻ പോകുന്ന നിന്റെ ദാസനായ അച്ചുവിനോടും രോമിനോടും വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃത്യമായ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിലും നിന്ന് ഇവരെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സ്ത്രീഹന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് ഇവർ സ്വയം സജ്ജമാകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, ഇസഹാക്കിനെയും റെബേക്കായെയും ആശീർവദിച്ച് തന്റെ അവകാശികളാക്കിയതുപോലെ വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന നിന്റെ ഈ ദാസരുടെ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ തന്നെയാണല്ലോ മനുഷ്യനെ സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിച്ചതും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനായി അവരെ തമ്മിൽ യോജിപ്പിച്ചതും. അതിനാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇവരെയും പരിഗണിച്ച് ഇവരുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതരാക്കണമേ. വാഗ്ദാനം പാലിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി ഇവരെ നയിക്കുമാറാകണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരുണ്യമേ, കൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, കൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥാ, നിത്യം ആരാധനാ സ്തുതി നാഥാ. Looks like we made it. Look how far we've come, my baby. We might have took the long way. We knew we'd get there someday. They said, I bet they'll never make it, but just look at us holding on. We're still together, still going strong. You're still the one I run to, the one that I belong to. You're still the one I want for life. You're still the one that I love, the only one I dream of. You're still the one I kiss goodnight. Ain't nothing better. We beat the odds together. I'm glad we didn't listen. Look at what we would be missing. They said, I bet they'll never make it, but just look at
together, still going strong. You're still the one I run to, the one that I belong to. You're still the one I want for life. You're still the one that I love, the only one I dream of. You're still the one I kiss goodnight. You're still the one. Oh, you know, you're still the one. You're still the one I run to, the one that I belong to. You're still the one I want for life. You're still the one that I love, the only one I dream of. You're still the one I kiss goodnight. I'm so glad we made it. Look how far we've come, my baby. If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura. But just for a moment, I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. If I could be honest, here at the altar, I refuse to grow older unless it's with you. I fell in love and made you a promise, though I'd never noticed how much you meant to you. Yes, they can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but only at a glance. Only you know the man that I am beyond the surface. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അവരിന്ന് വിവാഹ വാഗ്ദാനം തിരുസഭയുടെ മുൻപിലും ഈ ദേവാലയത്തിന്റെ അൽത്താരുടെ മുൻപിലും വിവാഹ വാഗ്ദാനം നടത്തുകയാണ്. ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഏറെ പ്രാർത്ഥനയോടെ
പ്രവേശിക്കാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കൊച്ചച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ടോം തോമസിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള വിവാഹ വാഗ്ദാനമാണ്, മനസ്സമ്മതമാണ്. ഈ ചെറിയ തിരുക്കർമ്മത്തിൽ സംബന്ധിക്കുവാനായിട്ട് കൊച്ചച്ഛൻ പറഞ്ഞതുപോലെ ഐശ്വര്യയോട് വികാരിച്ചാണ് നെല്ലിക്കുന്നത്. അച്ഛൻ്റെ വീട് വെച്ചൂരാണ്. അത് ചേട്ടൻ്റെ മകൻ ജിബിൻ കണ്ണാട്ടച്ഛൻ. എനിക്ക് രണ്ട് ബന്ധമാണ്. ഈ ചെറുക്കനായിട്ട് പെണ്ണുമായിട്ടും ഉണ്ട്. ചേട്ടൻ്റെ മകളെ കെട്ടിരിക്കുന്ന മാനാട്ട് പാട്ടശ്ശേരിയാണ്. അമ്മായിയുടെ മകളെ കെട്ടിരിക്കുന്ന ആർപ്പുകളിലേക്കാണ്. അവിടുത്താണ് ടോം തോമസ്. ഐശ്വര്യ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ 5 വർഷക്കാലം ആദ്യമായിട്ട് വികാരി ഉഗോപള്ളിയിലാണ്. ഞാൻ പോകുന്ന നേരത്താണ് ഇവരോട് താമസിക്കുന്നത്. ഇവിടെ വീടുമൊക്കെ വെച്ചിട്ട് ഞാനാണെന്നാണ് പോകുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴാനാകരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നുകൊണ്ടുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതനായി ഹൃദയത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അമംഗലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാരാകുന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണതയോടെയും അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടിയർപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹം എന്ന ഉദാശസ്കേക്ക് ഒരുക്കുന്ന ഇവരെ അങ്ങയുടെ കൃപകൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായ എന്നേക്കും. ആമേൻ. Oh
സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവന്, ആത്മാക്കളെ രക്ഷിക്കുന്നവന്, ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവീകമായ കൽപ്പനകളുടെ മർദ്ദസ്വരം സ്തവിക്കുന്നതിന് വേഗം ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. അതുവഴി നമ്മുടെ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സർവ്വലക്ഷ്യങ്ങളെ പ്രമണിയുന്നതിന് നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങൾ സഹായിക്കുന്നതിന് പിതാവും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15 തിരുവചനങ്ങൾ 9 മുതൽ 12 വരെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും.
ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട തോമസ് കണ്ണാട്ടച്ച, ബഹുമാനപ്പെട്ട സക്കറിയാസ് നെല്ലിക്കുന്നത്തച്ച, പ്രിയപ്പെട്ട കൊച്ചച്ച, ടോമിൻ്റെയും ഈശ്വരിയുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ടോമും ഐശ്വര്യയും ഇന്ന് വിവാഹം എന്ന കൂടാശയ്ക്ക് ഒരുക്കമായി തങ്ങളുടെ സമ്മതം അറിയിക്കാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരിടാം. ടോമ് ഭയങ്കര ഭയത്തോടുകൂടാണ് ഇരിക്കുന്നത് തോന്നുന്നു. ഈശ്വരയുടെ മുഖത്തിൽ ശരിയൊക്കെ ഉണ്ട്. സന്തോഷത്തോടായിരിക്കുക. എന്നും ആ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, ടോമും ഐശ്വര്യയും മാത്രം തമ്മിലുള്ള ഒരു ബന്ധമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ടോമിൻ്റെയും ഐശ്വര്യയുടെയും കുടുംബങ്ങളും കൂടി ഒന്നു ചേരുന്ന ദിവസമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ ടോമിനെ സംബന്ധിച്ച് ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, ഐശ്വര്യയ്ക്കും അതുപോലെ. പക്ഷേ ഈ വിവാഹത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിയുമ്പോൾ ടോമിന് പുതിയതായ ഒരു അപ്പനെയും അമ്മയെയും ബന്ധുക്കളെയും കിട്ടുന്നു, അതുപോലെ ഐശ്വര്യയ്ക്കും. ആ ഒരു തിരിച്ചറിവോടുകൂടെ കുടുംബത്തോട് ചേർന്ന് സന്തോഷത്തോടുകൂടെ മുമ്പോട്ട് പോകാനായിട്ട് അതിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിലാണ് നമ്മളായിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ, ക്ലൈമറ്റ് ഉണ്ട്. ചിലപ്പോൾ മഞ്ഞുകാലമുണ്ട്, ചിലപ്പോൾ മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വസന്തമുണ്ട്, അങ്ങനെ പല കാലങ്ങളാണ്. ഇന്നും ഒരുപോലെ ആളുകളൊന്നുമില്ല. പണ്ട് കാലത്ത് ആളുകൾ ഈ കാലാവസ്ഥ നോക്കിയാണ് കൃഷിയൊക്കെ ഇറക്കിയിരുന്നത്. കേട്ടിട്ടുണ്ടാകും. മഴക്കാലമൊക്കെ നോക്കി, വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ നോക്കി കൃഷികൾക്കും നല്ല വിളവുകളൊക്കെ കിട്ടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാലാവസ്ഥ നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കില്ല. പ്രതീക്ഷിക്കാത്ത സമയത്താകും മഴയും വേനലും ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുക, വരുന്ന വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയാണ്. പണ്ട് കാലത്ത് ഈ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത്, ഇപ്പോഴും നമുക്കറിയാം, ഈ വസന്തവും ഗ്രീഷ്മവും ശിശിരവും ഒക്കെ നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുന്ന അവസരങ്ങളുണ്ടാകും. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇതിനിടയിൽ ദേവാലയത്തിലുണ്ട്. വിവാഹ നാളുകളിലൊക്കെ ഒരുപാട് പേര് ഇവരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കാം, ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരുടെ കൂടെ ഉണ്ടാകും. വളരെ സന്തോഷം നിറഞ്ഞ ജീവിതം. അപ്പോഴൊക്കെ ഒരുമിച്ച് ഒരേ അവസ്ഥയിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായും ഈ പ്രകൃതിയെ സൂര്യൻ നിയന്ത്രിക്കുന്നത് പോലെ, കാലാവസ്ഥയെ സൂര്യൻ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് കേന്ദ്രമായിട്ടുണ്ടാകേണ്ടത് നീതിസൂര്യനായ ദൈവമാണ്. ആ ദൈവത്തെ കേന്ദ്രമാക്കി വേണം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. എന്നിട്ട് വിവാഹ ജീവിതത്തിൻ്റെ ആ ഒരു ഭവനം പണിയുന്നതിൻ്റെ ആദ്യത്തെ കല്ലെടുത്ത് വയ്ക്കുവാണ്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജീവിതം ആരംഭിക്കാം. ദൈവത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിന് കഴിയുമ്പോൾ ജീവിതത്തിലെ ഏത് അവസരത്തിലും സന്തോഷമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, വിജയങ്ങളായിക്കൊള്ളട്ടെ, പരാജയങ്ങളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിന് 6-ാം അധ്യായം 31-ാം വാക്യപ്രകാരം പറയുന്നത് നമുക്കറിയാവുന്നതാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യം അവർക്ക് ചെയ്തു കൊടുക്കണം. എനിക്ക് തോന്നുക, ഈ ഒരു വചനം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവിത പങ്കാളികളെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കാം ഈശോ പറയുക. കാരണം ഒരുപാട് പ്രതീക്ഷകളോടുകൂടെയാണ് ഓരോ വ്യക്തിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ടോമിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെ? ഐശ്വര്യ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ടോം ആഗ്രഹിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഐശ്വര്യയ്ക്കും ഒരുപാട് ആഗ്രഹങ്ങൾ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ് ഐശ്വര്യ ആഗ്രഹിക്കുക, ടോം ആഗ്രഹിക്കുക. എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, എന്നെ പോലെ കരുതുന്ന ഒരു ജീവിത പങ്കാളിയാണ്. ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ. വചനം പറയുക, നീ എന്തൊക്കെ നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്നോ ആദ്യം നിനക്ക് അത് ജീവിത പങ്കാളിക്ക് ചെയ്തു കൊടുത്തതിന് ശേഷം അത് അവകാശപ്പെടാനായിട്ടാണ് നിനക്കുള്ള അവകാശം. നമ്മൾ ATM കാർഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ? വെറുതെ ചെന്ന് നമ്മൾ ATM കാർഡ് ATM കൗണ്ടറിൽ നമ്മൾ പൈസ കിട്ടും ഇല്ല. അതിന് മുമ്പ് നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കണം. ഇതുപോലെ നിന്റെ ജീവിത പങ്കാളിയിൽ നിന്നും നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ, അത് ചിലപ്പോൾ സ്നേഹമാകാം, കരുതലാകാം,
ഇതൊക്കെ നിന്റെ ജീവിത പങ്കാളിക്ക് ആദ്യം നിനക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു അവകാശം നിനക്കുണ്ടാകും. അതിനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെ വിവാഹ ദിവസം ആദ്യ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പ്രകാരമാണ് തന്റെ ജീവിത പങ്കാളിയായ സാമയെ കുറിച്ച്. ദൈവമേ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. എന്നോട് കരുണ തോന്നണമേ. ജീവിതാവസാനം വരെ എന്നോടൊപ്പമായിരിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതം ആരംഭിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നമുക്ക് മനുഷ്യരെയും നിർമ്മിക്കുക. ദൈവത്തിൻ്റെ വലിയ സംഭാവനമാണ് നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ലഭിച്ചിരിക്കുന്നത്. ആ തിരിച്ചറിവോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ജനികമായ അഭിലാഷത്തേക്കാളൊക്കെ ഉപരി നിഷ്കളങ്കമായ സ്നേഹത്തിൽ ഒന്നിച്ചു ചേരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ദേവസ്വ പിതാവിൻ്റെ നിന്റെ കുടുംബത്തിൻ്റെ എല്ലാ മാധ്യസ്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനേക്ക് ഒരു സമാപന പ്രാർത്ഥന ഒരു വാക്കുകൾ കൂടി ഇരിക്കാവുന്നതാണ്. നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ സാക്ഷികൾ എന്ത് ചെയ്യുമ്പോൾ സാക്ഷികൾ അതിലൊക്കെ അവിടെ ഇരിക്കാവുന്നതാണ്. ടോം തോമസ്, ഐശ്വര്യ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ എലിസബയെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്ത് എലിസബ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തിരുസഭ നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ടോം തോമസ് മെശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഐശ്വര്യയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഐശ്വര്യ മെശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടോം തോമസിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണോ? നിങ്ങളുടെ വിവാഹ വാഗ്ദാന സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്ന് മരണം വരെ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് അവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും വിവാഹബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുറിച്ച് മരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവരുടെ അടുത്തുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാനിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഈ മക്കളെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി വരിച്ച
ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മക്കളെ സമാപന ആശീർവാദമാണ്. നിങ്ങളെല്ലാം കാണാനായിട്ട് ഇടയായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവനച്ഛൻ ദമ്പതികൾക്ക് ആശംസ നൽകുന്നുണ്ട്. വാക്ക് സംസാരിച്ച് ഐശ്വര്യയുടെ വികാരിയച്ഛൻ അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇവിടെ നിൽക്കുന്ന വൈദികരുടെയും ഈ മംഗളകർമ്മത്വത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് രണ്ടു പേർക്കും സമാഗതമാകുന്ന വിവാഹത്തിൻ്റെയും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന വിവാഹ വാഗ്ദത്തിൻ്റെയും 1000 മംഗളങ്ങൾ, അഭിവാദ്യങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം നേരുന്ന് ആയുരാരോഗ്യത്തോടെ ദീർഘായുസോടെ സന്താന സമ്പത്തുള്ളവരായിട്ട് ജീവിക്കാൻ തമ്പുരാകർത്താവിൻ്റെ കൃപയും സ്നേഹവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആർപ്പുക്കരയിലെ ചില പുരാതനമായ കുടുംബമാണ് ഉലിയങ്കരി കുടുംബം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടിക്കും ക്രൈസ്തവ പാരമ്പര്യമുള്ളതാണ്. ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ കാണാനിടയായ സന്തോഷം. ഉലിയങ്കരി കുടുംബത്തിൻ്റെ പേരിലും ഈ ഐശ്വര്യയുടെ കുടുംബത്തിൻ്റെ പേരിലും ഈ മംഗള മുഹൂർത്തത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ സ്നേഹബന്ധത്തിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന പരിശുദ്ധമാവളി തമ്പുരാൻ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ എന്ന ഏറെ വിശ്വാസത്തോടെ ഈ സമാപന പ്രാർത്ഥനയെ നമുക്ക് സംബന്ധിക്കാം. കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ ശരീരത്തിൽ വളർത്തിയ വത്സല മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ കന്യകാമരത്തിന്റെ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രത്യേക മാധ്യസ്ഥം വഴി നമ്മെല്ലാവരിലും ഈ മക്കൾക്ക് ഇവരുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മനസ്സമ്മതത്തിന്റെ കർമ്മങ്ങളെ സമാപിച്ചിരിക്കുകയാണ്. വികാരിച്ചനും കൊച്ചച്ഛനും കപ്പ്യാർക്കും സംഘത്തിനും ഫോട്ടോഗ്രാഫും കൂടി നന്ദി പറയുന്നത് ഇന്നത്തെ കർമ്മങ്ങൾ അവസാനിച്ചതായിട്ട് നമ്മൾ അറിയിക്കുകയാണ്. ഫോട്ടോ മലരും തോൽക്കും മുഖമേ, മിഴികൾ ചിമ്മും ശിലയേ, പകലിൽ തൂകും നിലവേ, കവിയും പാടാ കവിതേ. അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ, കണ്ടാലും കണ്ടാലും കൊതി തീരാനും പരമെന്താവോ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചെങ്ങാത്തക്കനവോടെ കണ്ണുഴിയേ, പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. കുളിരായി തോന്നും വെയിലേ, കിളിയായി കൊഞ്ചും മൊഴിയേ, പലതും പകരാനിനിമേ, അരികിൽ ചേരാമിവനെ. ഇന്നോളം ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം നിന്നോളം വരുകില്ല എന്നറിവാകുന്നേ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചെങ്ങാത്തക്കനവോടെ കണ്ണ
മിണ്ടേണം തെല്ലൊന്നു നോക്കുവാൻ, ഏതാദ്യം പാടേണം നാണങ്ങൾ പൂക്കുവാൻ. ഒരു പാൽ കിന്നാരം പുഴയായി മാറേണം, അല തല്ലിത്തീരാതെ തമ്മിൽ കൂവിടേണം. അവളെന്നും ചൂടും മുത്താരത്തിൻ മുത്തായി മാറാൻ മോഹം, ഒളിവില്ലാതോതും സല്ലാപത്തിൽ തേനായി തെന്നാൻ ദാഹം. അമ്മാനം ചെമ്മാനം നിറമെല്ലാം ചെങ്കവിളോരം, തന്നാലെ നൽകാമോ മനം തേടും സമ്മതമിന്നേരം. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. അതുപോലെ നിറഞ്ഞ മനസ്സിലോടെ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് വെറും ഓർമ്മകൾ മാത്രമല്ല, they are felt forever. അപ്പൊ ഐശ്വര്യയുടെയും ടോമിന്റെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ദിവസമാണ് ഇന്ന്. വിവാഹിതരാകാൻ പരസ്പരം സമ്മതം നൽകി അവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിറഞ്ഞ കൈയടികളോടുകൂടി വേണം അവർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. So I would like to invite Aishwarya and Tom to the stage.
നിമിഷം നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണ്. സോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു ഫാമിലി ആവാൻ പോകുന്ന രണ്ടുപേരാണ് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. സോ ആദ്യം തന്നെ രണ്ടുപേർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. യു ഗൈസ് ആർ ലുക്കിംഗ് സോ ഗുഡ് ടുഗദർ. സോ ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ വളരെയധികം പരിചയമുണ്ടായിരിക്കും. But it's my duty to officially introduce them to you. So, first, I would like to invite our graceful bride, Dr. Aishwarya Babu, daughter of Babu Kuriakos and Reena Babu from Taikudadil family. She is a graduate from Anjaneya Institute of Dental Science and working as a dentist. And coming to the groom, Tom Thomas, son of Tom Jacob Thomas and Jijimol K. Thomas from Muyengai Chirey family. He has completed International Business Management from Canada and currently he is a franchisee owner of a Shell gas station. So, നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും എല്ലാവരും പരിചയപ്പെട്ടു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെക്കാൾ കുറച്ചുകൂടി പ്രാർത്ഥനയോടെയും അതുപോലെ ആകാംക്ഷയോടെയും കാത്തിരുന്ന കുറച്ച് ആൾക്കാർ ഈ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടത് ഇന്നത്തെ ദിവസത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാകാൻ വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആളുകളാണ് ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. സോ ദിസ് സ്റ്റേജ് ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ദെയർ പ്രസൻസ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ബോത്ത് ഫാമിലീസ് ടു ദിസ് സ്റ്റേജ്. സോ ആദ്യം തന്നെ ബ്രൈഡിന്റെ ഫാമിലിനെ വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ let's welcome the wonderful family behind your beautiful bride. Her parents, Father Babu Kuriakos from Taikudadil family. He is a retired unknown employee and mother Reena Babu. She is a homemaker. So വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Brother John Babu Kuriakos, he is a B.Tech student. So വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. So it's the time to welcome a groom's lovely family. Tom's father, Jacob Thomas from Muyengai Chirey family. He is a retired office clerk at Center Front Secondary School, Mangalam. And mother, Jijimol K. Thomas. She is a retired headmistress at St. Mary's UP School, Kudamalu. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ അവരെ രണ്ടുപേരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now, I would like to invite his brother James Thomas and his wife Pony James and their sweet baby Miriam James to the stage. അപ്പോൾ വളരെയധികം കൈകളോടുകൂടി തന്നെ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫാമിലിയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഇത് ഒരു ഗ്യാതറിംഗ് മാത്രമല്ല, ഒരു രണ്ട് ഫാമിലിയുടെ ഒന്ന് ചേരലാണ്. സോ നമുക്ക് ഈ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നൗ ഇറ്റ്സ് എ ടൈം ഫോർ എ ഫാമിലി ഫോട്ടോ. അപ്പൊ എല്ലാവരും അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാവുന്നതാണ്.
വെൺതൂവലായി എൻ മനം മെല്ലെ തലോടുന്നുവോ സിന്ദൂരമേന്തുന്ന സായന്തനം വിടവാങ്ങിയിടവേ പൊൻതാരകപ്പന്തലിൻ കീഴിലായി പ്രിയമോദാമോ ആമ്പലേ നീലാമ്പലേ അരിയ നില തൂകുമൊരല അതിലോലം പുണർന്നു പൊഴിഞ്ഞു ആമ്പലേ നീലാമ്പലേ അരിയ നില തൂകുമൊരല അതിലോലം പുണർന്നു പൊഴിഞ്ഞു നിൻ പുഞ്ചിരി നെഞ്ചിൽ പടരണമഞ്ഞോ തീയോ എന്തോ നീൽ കണ്ണാൽ പറയണ മറുമൊഴി സുഖം തരും ശരങ്ങളായി നിൻ പുഞ്ചിരി നെഞ്ചിൽ പടരണമഞ്ഞോ തീയോ എന്തോ നീൽ കണ്ണാൽ പറയണ മറുമൊഴി സുഖം തരും ശരങ്ങളായി തെന്നലോ തൂവൽ കൂടിൻ വാതിൽ ചാരി മെല്ലിനെ നിന്നിളം മേലാകെ മുത്തം ചാർത്തും രാത്രിയിൽ കനലു പോലുള്ളിൽ നീറിത്തീരാ മോഹങ്ങൾ ചിറകു നീർത്തുന്ന പ്രാവായി പാറിക്കിനാക്കൂട്ടം മൊഴികൾ മായുന്ന നേരം മൗനം പാടുമ്പോൾ മധുരമൂറുന്ന ചുണ്ടിൽ ചുണ്ടാൽ തൊടും ഞാനും പരൽ മീനോടി തുടിക്കുന്നോമൽ മലർ കൺകോണിൽ ചേരാതെന്നോണം എനിക്കായി മാത്രം കെടാതാളിടും കിനാനാളങ്ങൾ വിളിക്കും നിന്നെ ആമ്പലേ നീലാമ്പലേ ഹരിയ നില തൂകുമൊരല അതിലോലം പുണർന്നു പൊഴിഞ്ഞു ആമ്പലേ നീലാമ്പലേ ഹരിയ നില തൂകുമൊരല അതിലോലം പുണർന്നു പൊഴിഞ്ഞു When I saw you, time stood still. Your smile, your eyes gave me a thrill. Every moment feels so right. You're my sunshine, my light. Every heartbeat calls your name. In my dreams, you're the same. You're the one I adore. Forever I want more. In your arms I find my home. With you I'm never alone. Let the world just fade away. Loving you is where I'll stay. Walking with you hand in hand. With you I can always stand. Through the storms, through the night. With you everything's alright. Every heartbeat calls your name. In my dreams you're the same. You're the one I adore. Forever I want more. Love so pure, so true. Every day I'm thankful for you. Together we'll face the world. It's you and me, boy and
pure, so true. Every day I'm thankful for you. Together we'll face the world. Just you and me, boy and girl. Through the highs and the lows, our love forever grows. Hand in hand we'll see it through. Loving you is all I want to do. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയേ. അകമേ പടരും കുളിരും പ്രണയം. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. പ്രാണനേ പ്രാണനേ പ്രാണനിൻ ശ്വാസമേ. ജീവനേ ജീവനേ ജീവനിശ്വാസമേ. തിരയേറി വന്ന നോവുകൾ നീർപെയ്തു തേങ്ങവേ. അതിലോലലോലമാകുമെന്നനുരാഗരാമഴ. നിറയേ നനയൂ അലിയൂ പ്രിയതേ. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയേ. അകമേ പടരും കുളിരോ പ്രണയം.
പ്രേമവതി തീ തീ നീ എന്നുള്ളിനുള്ളിൽ തീ ഭാനുമതി നീ നീ വാനിൽ കാണും ചന്ദ്രമുഖി പൊട്ടാസ് പൊട്ടി വീണ നെഞ്ചകത്ത് വന്നിരുന്നു പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടുവോ കിട്ടാത്ത മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് വട്ടമിട്ട് കിട്ടുമെന്നൊരാശ കൂടിയോ താഴെ വന്ന നിലവേ ഓ താഴു വീണ നിധിയേ ഓ ആഴമുള്ള നദിയേ ഓ കൊത്തിവെച്ച ശിലയേ ഓ മുത്തുവെച്ച മാലയേ ഓ പൊത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാ ദിൽവാലെ മായാ ജാലം കാട്ടും കാതൽ ജിന്നാനെ ബാലി തീരം നിന്നെ കാണാൻ നോവാണെ വീര്യം കൂടും മീഞ്ഞാണെ ും വരുവാനിൽ ഇതുപോലെ പഴയേതോ മുനി തന്ന വരമോ പൊന്മണി നീ ദിശ തേടി വഴിമാറിയിരുളിൽ ഞാൻ അലയുമ്പോൾ നിലവായി തെളിവായി